Hello everyone, welcome to Jupod SSLC YouTube channel. It's me, your Nafi. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം ഇവിടെ പടിവാതിൽക്കലെത്തി. ആ മോഡൽ എക്സാമിൽ സോഷ്യൽ സയൻസിൽ ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിന്റെ എസ്സേ ചോദിക്കും. അത് ഏതൊക്കെ ചോദ്യങ്ങളാണ് എസ്സേ ചോദിക്കുക എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം ജോഗ്രഫിയിലെ എസ്സേ നിങ്ങൾ സെറ്റാക്കിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മാർക്ക് 5 ആണ്. ആ മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീസൺസ് ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങൾ സമയം എന്നുള്ള ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾ പെയ്ഡ് ചാപ്റ്റേഴ്സിൽ 95% ആൾക്കാരും പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് എസ്സേ ചോദിക്കാൻ ചാൻസ് 3 ടോപ്പിക്കാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ ദി റീസൺസ് ബിഹൈൻഡ് ദി സീസൺസ്? ഋതുഭേദങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാം? ഇത് 5 മാർക്കിന് എന്ത് ചെയ്തേക്കാം? നിങ്ങളുടെ മോഡൽ എക്സാമിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? പാരലിസം ഓഫ് എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യന്റെ അയനം. വേരിയേഷൻ ഇൻ എമൗണ്ട് ഓഫ് സോളാർ എനർജി, ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. റെവല്യൂഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ പരിക്രമണം. ഇത് നിങ്ങൾ എക്സ്പ്ലനേഷൻ അടക്കം പഠിച്ചു വെക്കേണ്ട റീസൺസ് ഇത് രണ്ടും. അപ്പൊ നിങ്ങൾ 5 മാർക്കും ചോദിച്ചാൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് താഴെ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പൊ എന്താണ് പാരലിസം ഓഫ് എർത്ത് ആക്സിസ്? നമ്മൾ ഒരുപാട് തുടക്കം മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ് അല്ലെ. എന്താണ്? ദ ആക്സിസ് ഓഫ് ദി എർത്ത് ഈസ് ടിൽറ്റഡ് അല്ലെ. ഭൂമിയുടെ അച്ചുതണ്ട് നേരെയാണോ? അല്ല, ലാലേറ്റിനെ പോലെ ചെരികിട്ടാണല്ലേ നിൽക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിൻ, ലംബ തലത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയാണ്? 23 ഡിഗ്രിയാണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ അഥവാ പരിക്രമണ തലത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയാണ്? 66 ഡിഗ്രിയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദ പാരലിസം ഓഫ് എർത്ത് ആക്സിസ് അഥവാ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത. ഈ പോയിന്റ്സ് നിങ്ങൾ അവിടെ ആൻസർ ആയിട്ട് എഴുതിയാൽ ആ ഒരു ഭാഗം സെറ്റായി. ഇനി അത് രണ്ടാമത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അഥവാ സൂര്യന്റെ അയനമാണ്. ഇതാണ് മെയിൻ റീസൺ കേട്ടോ. നമ്മളെ സീസൺസ് അഥവാ ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അഥവാ സൂര്യന്റെ അയനമാണ്. എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറഞ്ഞാൽ? സിൻസ് ദ പാരലിസം ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദി റെവല്യൂഷൻ ദ പൊസിഷൻ ഓഫ് ദി സൺ ഇൻ റിലേഷൻ ടു എർത്ത് വാരീസ് എന്നാണ് പറയാ. അതായത് സൂര്യന്റെ സ്ഥാനം ഭൂമിക്ക് ആപേക്ഷികമായിട്ട് മാറുന്നു. ശരിക്കും ഭൂമി അവിടെ എന്ത് ചെയ്യാണ്? സൂര്യന് ചുറ്റും കറങ്ങാണല്ലേ. പക്ഷേ നമ്മൾ ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? സൂര്യന്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. ഇൻ റിലേഷൻ ടു എർത്ത് ആണ് അല്ലെ. അപ്പാരന്റ്ലി ചേഞ്ച് ചെയ്യുക. ശരിക്കും അവിടെ സണ്ണിന്റെ പൊസിഷൻ എല്ലാം മാറുന്നത്, എർത്ത് ആണ് ചുറ്റും കറങ്ങുന്നത്. പക്ഷെ സണ്ണിന്റെ പൊസിഷൻ അപ്പാരന്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. ഈ ഒരു ഷിഫ്റ്റിംഗ്, ഈ ഒരു ചേഞ്ചിങ് മെയിൻ ആയിട്ട് എവിടെ കാണുക? ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതായത് ഉത്തരായ രേഖയ്ക്കും ദക്ഷിണായ രേഖയ്ക്കും ഇടയിൽ സൂര്യന്റെ സ്ഥാനം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? മാറി വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അഥവാ സൂര്യന്റെ അയനം. അപ്പൊ നിങ്ങൾ എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ എസ്സേ എഴുതേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, ഡൗട്ടുകൾ, അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ്, മോട്ടിവേഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, nafi.edupod കേട്ടോ. ഈ nafi.edupodലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മെസ്സേജ് അയക്കട്ടോ. കാരണം നിങ്ങൾക്ക് ഇതൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റഡി ടിപ്പ്, മോട്ടിവേഷൻ ഒക്കെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഞാൻ തരുന്നുണ്ട്. ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. പിന്നെ അടുത്ത എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എക്സ്പ്ലെയിൻ ഗ്രീൻവിച്ച് ടൈം, സ്റ്റാൻഡേർഡ് ടൈം, ലോക്കൽ ടൈം. ഇത് 3 സമയങ്ങളും ഈ 3 സമയങ്ങളും വിശദീകരിക്കാൻ എന്ത് ചെയ്യാറുണ്ട്? എസ്സേ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോ, എന്താണ് ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ the time which is calculated based on the apex position of the sun and the length of the shadow cast by it. അതായത് എന്താണ് അപ്പെക്സ് പൊസിഷൻ ഓഫ് ദി സൺ അല്ലേ? സൂര്യന്റെ ഉച്ചസ്ഥാനവും, ശ്രദ്ധിക്കണേ, സൂര്യന്റെ ഉച്ചസ്ഥാനവും അതുണ്ടാക്കുന്ന നിഴലിന്റെ നീളം, ലെങ്ത് ഓഫ് ദി ഷാഡോ, നിഴലിന്റെ നീളത്തിന്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം കേട്ടോ. മറന്നു പോകരുത്. എന്താണ് നമ്മൾ വിളിക്കുക? ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം. അടുത്ത എന്താണ്? ഗ്രീൻവിച്ച് ടൈം ആണ്. നമുക്കറിയാം, നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ലൈനിന്റെ ബേസിലാണ്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ ബേസിലാണ് അല്ലെ. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ ബേസിലാണ്. ആ 0 ഡിഗ്രി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലൈനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീനിച്ച് ലൈൻ എന്നും ടൈമിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീനിച്ച് ടൈം എന്ന് വിളിക്കുന്നത്. ഈ ഗ്രീനിച്ചിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുന്തോറും ടൈം, അതായത് കിഴക്കോട്ടേക്ക് പോകുന്തോറും ടൈം കൂടുന്നു. വെസ്റ്റ് അഥവാ പടിഞ്ഞാറേക്ക് പോകുന്തോറും ടൈം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പ്രൈം മെറിഡിയൻ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? പ്രൈം മെറിഡിയൻ. അപ്പൊ നിങ്ങളോട് ഗ്രീനിച്ച് ടൈം ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? പ്രൈം മെറിഡിയൻ. ഓക്കെ. അടുത്തത് സ്റ്റാൻഡേർഡ് ടൈം ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? ഒരു കൺട്രിയിലൂടെ ഒരുപാട് ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്യുമ്പോൾ എല്ലാ ലോഞ്ചിറ്റ്യൂഡിന്റെ ബേസിൽ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അത് പ്രോബ്ലം ആണ്. അത് സോൾവ് ചെയ്യാൻ ദ ലോഞ്ചിറ്റ്യൂഡ് വിച്ച് പാസസ് ത്രൂ ദി മിഡിൽ ഓഫ് ദി കൺട്രി, ഒരു രാജ്യത്തിന്റെ മധ്യഭാഗത്തൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ എന്ത് ചെയ്യുന്നു? ആ രാജ്യത്തേക്ക് മൊത്തം സമയം കണക്കാക്കാനുള്ള ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖയാക്കി
മാറ്റുന്നു. ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ഇതിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമെ സ്റ്റാൻഡേർഡ് ടൈം എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഒന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടോ. ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അടുത്തത് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ? എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ? എക്സ്പ്ലെയിൻ ദ പെക്യുലാരിറ്റി വിത്ത് ദ റീസൺ. ഈ രേഖയ്ക്ക് മറ്റു രേഖാംശത്തിൽ നിന്നുള്ള വ്യത്യാസം അതിനുള്ള കാരണം കണ്ടെത്തുക. എസ്റ്റിമേറ്റ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വെൻ ദ ഗ്രീൻവിച്ച് മീൻ ടൈം ഈസ് 12 noon. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇതേപോലെ 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഫീച്ചേഴ്സ് എഴുതാനും പറയാം. അപ്പൊ ശ്രദ്ധിച്ചു, എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ? ദ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 180 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കേട്ടോ. ദ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180 ഡിഗ്രി രേഖാംശ രേഖ വിളിക്കുന്ന പേരാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇത് സാധാരണ ലോഞ്ചിറ്റ്യൂഡിനെ പോലെയല്ല. ഇറ്റ്സ് ആസ് സർട്ടൻ ഡീവിയേഷൻ. ഇതിന് എന്തുണ്ട്? ചില ഇങ്ങനെ ഡീവിയേഷൻസ് ഉണ്ട്, ചില വളവുകളും തിരിവുകളും ഉണ്ട്. ഈ വളവുകളും തിരിവുകളും ഉണ്ടാക്കാനുള്ള കാരണം എന്താ? ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ദ സെയിം പ്ലേസ് വിൽ എക്സ്പീരിയൻസ് 24 hours ഓഫ് ടൈം ഡിഫറൻസ് കേട്ടോ. എന്ത് ചെയ്യണം? ഇത് നേരെയാണ് പോകുന്നതെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ 24 മണിക്കൂർ സമയ വ്യത്യാസം അനുഭവപ്പെടും. സോ അത് ഒഴിവാക്കാനായിട്ട് ഈ ലോഞ്ചിറ്റ്യൂഡിൽ എന്ത് ചെയ്യാണ്? ചില ഡീവിയേഷൻസ് അല്ലെങ്കിൽ ചില വളവുകളും തിരിവുകളും വരുത്തിയിട്ടുണ്ട്. ഈ വളവുകളും തിരിവുകളും വരുത്തിയിട്ടുള്ള ഈ ഒരു ലൈന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇത് മുറിച്ച് കടക്കുന്നവർക്ക് എന്താ സംഭവിക്കുക? ദ ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ഈസ്റ്റ് കാൽക്കുലേറ്റ് ബൈ അഡ്വാൻസിങ് 1 day, ഹു ക്രോസ് ദ ലൈൻ ഫ്രം ദ വെസ്റ്റ് ഡിഡക്ട് 1 day. അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക്, ശ്രദ്ധിക്കണേ, വെസ്റ്റ് ടു ഈസ്റ്റ് പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരു ഡേ കുറയ്ക്കുന്നു. ഈസ്റ്റ് ടു വെസ്റ്റ് പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരു ഡേ കൂട്ടുന്നു. അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് പോകുന്ന ആളുകൾ ഒരു ദിവസം കുറയ്ക്കുന്നു, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരു ദിവസം കൂട്ടുകയും ചെയ്യുന്നു. ഓക്കെ, ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിൽ ചോദിക്കുക. പിന്നെ ഇതിലൊരു സി ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താ സി ക്വസ്റ്റ്യൻ? എസ്റ്റിമേറ്റ് ദ ടൈം അറ്റ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വെൻ ഗ്രീൻവിച്ച് ടൈം ഈസ് 12 noon. ഗ്രീൻവിച്ചിൽ 12 മണി ഉച്ചയാണെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എത്രയായിരിക്കും? 12 AM ആയിരിക്കും. അതായത് ഗ്രീൻവിച്ചിനേക്കാൾ 12 മണിക്കൂർ വ്യത്യാസമുണ്ട് എവിടെ? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ. അപ്പൊ ഗ്രീൻവിച്ചിൽ ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്തായിരിക്കും? രാത്രി 12 മണിയായിരിക്കും. അപ്പൊ ഇവിടെ തന്ന എന്താ? ഗ്രീൻവിച്ച് മീൻ ടൈം ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എത്രയാണ്? രാത്രി 12 മണിയാട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഈ ജസ്റ്റ് ഒരു 1 വേർഡിന്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യാൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ 1 നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ മാപ്പിന്റെ വീഡിയോ ചോദിക്കുന്നവർക്ക് മാപ്പിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് റെഫറൻസിന് വീഡിയോ ചോദിക്കുന്നവർക്ക് ഗ്രിഡ് റെഫറൻസിന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എല്ലാ വീഡിയോസും കാണുക, കറക്റ്റ് ലൈവിലേക്ക് വരിക, നന്നായി പഠിക്കുക. ഇത് മോഡൽ എക്സാം ആണ്. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി പഠിക്കുക. എല്ലാവർക്കും മോഡൽ എക്സാം ഈസി ആവട്ടെ, പബ്ലിക് എക്സാം ഈസി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.